ഹായ്. ഇപ്പം നിങ്ങൾ കുറച്ച് പേര് കാണുന്നൊരു എന്തുകൊണ്ട് ഭ്രാന്തായവന് ട്രെയിലർ റിയാക്ഷൻ ഒക്കെ ഇടുന്നു എന്ന് നിങ്ങൾ കുറച്ച് പേര് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കുറച്ച് കാശ് എന്തെങ്കിലും വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അസలు എനിക്കിങ്ങനെ ഫോട്ടോഗ്രാഫി മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടെ നിങ്ങളിലൊക്കെ എത്തണം, കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നിങ്ങളിലേക്കൊക്കെ ഒന്ന് എത്തണം എന്ന് എനിക്കൊന്നുണ്ട്. ഫോട്ടോഗ്രാഫർ, നമ്മൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോസൊക്കെ കൂടുതൽ ഇടുന്നത്. പക്ഷേ അതിലുപരി ഒരു നെക്സ്റ്റ് കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾക്കിടയിൽ ഈ ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസ്, എക്യുപ്മെന്റ്സ്, കുറച്ചുകൂടെ ഫ്രെയിംസ്, എഡിറ്റിംഗ് പാറ്റേൺ, ഇതൊക്കെ കുറച്ചുകൂടെ എനിക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് തിരിപ്പാടാം. കുറേ കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിപ്പിക്കുകയാണ്. കാരണം ഒന്നാമത്തെ തന്നെ ഇൻസെക്യൂരിറ്റീസ് കുറച്ചുണ്ട്. ആ ഒരു റീസൺസ് എനിക്ക് കുറച്ചുകൂടെ ഓപ്പൺ സ്പേസിൽ ഇറങ്ങിയിട്ട് ആക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്നെ തന്നെ ഒന്ന് ശരിക്കുമുള്ള എൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ എത്തണമെന്നുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും എന്നെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നു, കുറച്ച് സ്ലോ ആക്കുന്നു. അപ്പോൾ ഇനി തൊട്ട് അതില്ലാണ്ട് ഓപ്പൺ ആയിട്ട് ലൈറ്റ്സ് ഓഫ് വിശാഖ് എന്ന ഈ ചാനൽ നമുക്ക് കുറച്ചുകൂടെ ഒന്നും അല്പം കൂടെ ഓപ്പൺ ആക്കാം. ലൈക്ക് ഞാൻ എന്താണോ എൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ, ആസ് എ ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ എൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ, എഡിറ്റിംഗ് രീതി, ടിപ്സ്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ഒരു കറക്റ്റ് നല്ല ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇനിയിപ്പം ഫുള്ളായിട്ട് പറയാം. ഒരു സെക്കൻഡ് ലെവൽ. ഓക്കെ, ജസ്റ്റ് ട്രെയിലർ ഇറങ്ങി എന്താ സംഭവിച്ചാലേ ഇത് ഇങ്ങനൊരു പടം ഇറങ്ങുന്ന പോലും ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് കണ്ടപ്പോഴാണ് നമുക്കെങ്കിൽ ഇങ്ങോട്ടങ്ങ് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തോട്ടെ. ഓക്കെ, ദി രാജാ സാബ്. ഞാൻ ആദ്യം വായിച്ചത് മറ്റേ രാജാ സാഹിബ് എന്നായിരുന്നു, മറ്റേ മമ്മൂക്കയുടെ പടം പോലെ. അതായത് പെട്ടെന്ന് നോക്കിയത്. ആഡ് ക്വാളിറ്റി അഡ്വാൻസ്ഡ് 2K ഫുൾ ബ്രൈറ്റ്നസ്. ഓക്കെ, Now close your eyes. പിന്നെ എങ്ങനെ കാണും? Take a deep breath. എന്താ നിന്റെ ബ്രെയിൻ എന്റെ കമാൻഡ്സ് മാത്രമേ ഫോളോ ചെയ്യൂ. എന്താണ് ഫൈറ്റോ? ഹൊറർ കോമഡി പടം എന്നൊക്കെ പറയണത്. പ്രഭാസിന്റെ വേറൊരു ടൈപ്പ് പടം എന്നൊക്കെയാണ് ഇങ്ങനെ അറിഞ്ഞത്. ഓ, അത് പോരാ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സെറ്റ്, ഇത് ഈ തെലുങ്ക് പടങ്ങളിൽ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സെയിം സാധനം, ഈ സെയിം ഒരു സെറ്റ്, ഇങ്ങനത്തെ ഒരു ആർട്ടും പരിപാടിയൊക്കെ അല്ലേ. അതിലൊരു മാറ്റമില്ല. ഈ ലാസ്റ്റ് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പടത്തിൻ്റെ ഇതിൽ വിഷ്വലിലും കുറേയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് പണ്ടെപ്പോഴും നമ്മളെപ്പോഴും മറ്റേ ഇതില്ലേ, അയ്യോ ധീര, അതിറങ്ങിയപ്പോൾ കാണുന്ന ഒരു സെറ്റാ പരിപാടി. ഈ സെയിമും ഇത് തന്നെയാണ്. പക്ഷേ ഇത് ബാഹുബലിയേക്കാൾ ഇപ്പോൾ കൂടെ ബഡ്ജറ്റ് കുറവായിട്ടുള്ളൊരു ഫ്രെയിം, നമ്മുടെ മരക്കാറ് പോലത്തെ. സ്പോട്ട് ലൈറ്റ് ഒക്കെ കണ്ടോ, അത് ഒരു രക്ഷയില്ല. ഇതാരാ? ഓ, നല്ല ലൈറ്റിംഗ് അല്ലേ. പോയി തുടക്കം തന്നെ ഇത് സാധനം എറിച്ചില്ല. VFX ഒന്നും നോക്കട്ടെ. ഓന്റെ മൂക്ക് ഈ പറയും പോലെ ഉണ്ടല്ലോ. ഞാൻ ഇതിന് റിയാക്ട് ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ എനിക്ക് അറിയില്ല, ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടിയും കാര്യങ്ങളെന്നൊക്കെ. ഇനി സൗണ്ട് പോകുന്നതാണോ അതോ വിഷ്വല് കുറച്ച് കാണിക്കുന്നതുകൊണ്ടാണോ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഇട്ട് നോക്കുമ്പോൾ അറിയാം. ഓ, അതൊക്കെ സെറ്റാ. തമൻ പുള്ളി ഇപ്പൊ മറ്റതൊക്കെ ചെയ്തിട്ട് ഓജിയൊക്കെ ചെയ്തിട്ട് ഹൈ റേഞ്ചാ. എനിക്ക് നായിക പുള്ളിക്കാരെ അറിയില്ല. കണ്ടോ ഈ പിന്നെ എന്താ സെറ്റ്, ഈ ഒരു പരട്ട സെറ്റ്. മുത്തശ്ശന്റെ അത്ഭുതങ്ങൾ കണ്ടു രസിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യണം, മറക്കാത്ത രീതിയിൽ ഒരു പണി ചെയ്യണം. പോണ എല്ലാരും ഇത് ചെയ്തെന്നില്ല. പുള്ളിക്കാരി മറ്റേ ഹൃദയപൂർവ്വത്തിലൊക്കെ
നല്ല രസമാണ്. എനിക്കത് പുള്ളിക്കാരി ഇഷ്ടപ്പെട്ടു. ഓ ബാത്ത എനിക്ക് താങ്ങാനാവില്ല. എന്റെ പേരക്കുട്ടിയെ കാത്തോളണം. ഓക്കെ. ഇതൊക്കെ സംഭവം കൊള്ളാം. പക്ഷേ കേവലം 4 മന്ത്രങ്ങൾ മാത്രം അറിയുന്ന ഒരു തന്ത്രശാലിയല്ല അവൻ. He is an exorcist. ഇത് Hypnotist. വേറെ കേസ്. ഈ കുറെ VFX എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 450-500 കോടി റേഞ്ചാണ് പടത്തിന്റെ ഒരു കളക്ഷൻ. കളക്ഷൻ എന്ന് ബഡ്ജറ്റ്. വെച്ചു കളിക്കാവൻ. പൊങ്കൽ ഫീസ്റ്റ്. ഡിപ്പിക്കല്. Star Wars. $450-500 കോടിയാണ്. ലോക 30 കോടിയാണ്. It's impossible to face him. ഇനി പുള്ളി ഡയറക്ടർ എനിക്കും പുള്ളിയെ വലിയ പരിചയമില്ല. പുള്ളിയുടെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ലാസ്റ്റ് എടുത്ത പടം 2-3 വർഷം മുന്നേ 2022 എന്തോണം എടുത്തേന്ന് തോന്നുന്ന പടം. अभी देख लीजिए. എന്താ നല്ല പ്രഭാസ് ഡബിളാ എന്താ എന്താണ് നിന്റെയൊക്കെ പ്രശ്നം? പൊത്തില് കൈയിട്ട വെറുതെ കടിക്കാൻ ഞാൻ എന്താ ഓർമ്മാണോ? രാക്ഷസനാടാ. രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്ന് ഈ ക്യാമറാമാൻ നമ്മുടെ ഇതിന് മുന്നേ ഒരു പടം ഇറങ്ങിയില്ലേ പ്രവാസിന്റെ ആദിപുരുഷൊക്കെ, അതിന്റെ ക്യാമറാമാൻ എന്ന് തോന്നണത്. അതേ കണക്ക് പുള്ളിയല്ലേ മറ്റേ വിജയുടെ ഒരു പടവും ചെയ്തത്. രാക്ഷസനോ? പുള്ളി രാക്ഷസനാണോ? കോമഡി പടമാണ്. January 9, 2026. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. സെറ്റിൻ്റെതാണോ? ക്യാമറ വർക്കൊന്നും വലിയൊരു ഒരു നെക്സ്റ്റ് ലെവൽ സാധനമൊന്നുമല്ല. സെറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം. പുള്ളിയുടെ ലാസ്റ്റിക്ക് ഇറങ്ങിയ കുറേ പടങ്ങളൊക്കെ എന്തുവാ. ഇപ്പം മറ്റേ ഗസ്റ്റ് റോൾ വന്ന മറ്റേ എന്താ പടത്തിൻ്റെ പേര്? അയ്യോ കണ്ണപ്പ. എന്തുവാടെ ലാലേട്ടൻ ചെയ്ത് വെച്ചിങ്ങനെ എന്തുവാണ് എനിക്ക് തോന്നുന്നില്ല. ഈ പടമൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ കടന്ന് ഓടി തകർക്കുമെന്ന്. എന്തായാലും ഇഷ്ടമാണ്, പ്രഭാസിനെയൊക്കെ ഇഷ്ടമാണ്, കണ്ടു നോക്കാം. സോ നമുക്ക് ഇനി കുറച്ച് പരിപാടികൾ നമുക്കിനി ചെയ്യണം. നമുക്ക് ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അന്യായ സാധനങ്ങൾ എൻ്റെ കയ്യിൽ പ്ലാനുണ്ട്. നിങ്ങളെ സപ്പോർട്ടിങ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പം റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് വരെ അത് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ നമുക്ക് നോക്കി നോക്കാം. എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾക്കിടയിൽ പറയാനുണ്ട്, കാര്യങ്ങൾ എത്താനുണ്ട് നമുക്കിടയിൽ. നമുക്ക് നോക്കാം. താങ്ക് യു. സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.